ഗബ്രിയേൽ. അയാൾ മാലാഖയായിരുന്നു അവസാന ശ്വാസം വരെ, ശപിക്കപ്പെട്ട ആ അവസാന കിക്ക് വരെ. ഗോൾ പോസ്റ്റിന് മുകളിലൂടെ ലക്ഷ്യം മറന്ന് പറന്ന് പാഴായിപ്പോയ ആ ഒരൊറ്റ കിക്കിൽ ചിതറിത്തെറിച്ചു പോയത് 140 വർഷമായി ഗണ്ണേഴ്സ് കാത്തുവെച്ച ഒരു കനക സ്വപ്നമാണ്. വീണടഞ്ഞു പോയത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അവരുടെ കന്നി കിരീടമാണ്. 2 പതിറ്റാണ്ടിന് ശേഷം ഒരിക്കൽ കൂടി കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ നേട്ടം. 26 കൊല്ലം മുൻപുള്ള യുവേഫ കപ്പ് ഫൈനലിൻ്റെ തനിയാവർത്തനം. അന്ന് പാട്രിക് വിയേറയും ഡെവൻ സുക്കറുമായിരുന്നെങ്കിൽ ഇക്കുറി ബ്രസീലുകാരൻ ഗബ്രിയേൽ മഗ്ലിയാഷ്. ഒരൊറ്റ നിമിഷം കൊണ്ട്, ഒരൊറ്റ കിക്ക് കൊണ്ട് ഗബ്രിയേൽ വെറുക്കപ്പെട്ടവനാണ്. കലാശപ്പോര് വരെ പ്രതിരോധക്കോട്ട ഉരുക്കുകൊണ്ട് കൊട്ടിയടച്ച അയാൾ എല്ലാ പ്രതിരോധവും ദുർബലമായി ബോക്സിൽ തളർന്നു നിന്നു. ഗതിമറന്ന് പറന്നുപോയ ആ കിക്ക് നോക്കി നിൽക്കാൻ ത്രാണിയില്ലാതെ ബുഡാപെസ്റ്റ് ഫ്രാങ്ക് പുഷ്കാസ് സ്റ്റേഡിയത്തിലെ PSG ആഘോഷ തിമർപ്പിൽ മുഖം മറച്ച് നിലവിട്ട് അയാൾ വിങ്ങിപ്പൊട്ടി. ആഴ്സലിന്റെ വിധി നിർണയിച്ച ആ ഷൂട്ടൌട്ടിൽ കാലുകൾ പിഴച്ചത് അയാൾക്ക് മാത്രമായിരുന്നില്ല, കൂട്ടുകാരൻ എബ്രച്ചി എസേക്കും പിഴച്ചിരുന്നു. ന്യൂനോ മെൻഡസിന്റെ വഴി ഡേവിഡ് റായ മുടക്കിയിരുന്നു. എന്നിട്ടും വിമർശനത്തിന്റെ പടക്കോപ്പ് മുഴുവൻ ഒടുവിൽ അയാൾക്കു നിരയായി. അതാണ് ഫുട്ബോളിന്റെ ദുർവിധി, പെനാൽറ്റി ഷൂട്ടൌട്ടുകളുടെ ദുർഗതി. 18 കൊല്ലം മുൻപ് ഇതേ ചാമ്പ്യൻസ് ലീഗിന്റെ കലാശപ്പൊരിൽ പാഴായ അവസാന കിക്കിന്റെ ദുർവിധി ഏറ്റുവാങ്ങി ഇതുപോലെ തലകൊമ്പിട്ട് നിന്നിട്ടുണ്ട് ഫ്രഞ്ചുകാരൻ നിക്കോളാസ് അനൽക്കയും. കോരിച്ചൊരിയുന്നൊരു മഴയത്ത് മോസ്കോ ലുഷ്നിക്കി സ്റ്റേഡിയത്തിൽ സ്വയം ഒരു വഞ്ചകനെ പോലെ തോന്നി തനിക്കെന്ന് കാലങ്ങൾക്കപ്പുറം വേദന മാറാതെ കുമ്പസിരിച്ചിട്ടുണ്ട് ഫ്രാൻസിന്റെ ഈ ഗോൾ മെഷീൻ. ചെൽസിയുടെ മനസ്സിൽ ഇന്നും മുള്ളുപോലെ കോരിക്കിടപ്പുണ്ട് ഈ പിഴ. ഇതേ ഷൂട്ടൌട്ടിൽ ക്യാപ്റ്റൻ ജോൺ ടെറിയുടെ കിക്ക് പോസ്റ്റിലിടിച്ച് മടങ്ങിയത് അവർ മറന്നു. ക്രിസ്ത്യാനോയുടെ ഷോട്ട് ഗോളി പീറ്റർ ചെക്ക് തടഞ്ഞത് ആഘോഷ ലഹരിയിൽ യുണൈറ്റഡുകാരും വിസ്മരിച്ചു. വഴികൾ അത്രയും അവസാന കിക്കുകാരൻ അനൽക്കയിലേക്ക് നീണ്ടു. 32 കൊല്ലം മുൻപ് കാലിഫോർണിയ റോസ് ബോൾ സ്റ്റേഡിയത്തിലെ ലോകകപ്പിന്റെ കലാശപ്പോരിൽ അപമാനിതനായി ഒരു ജനതയുടെ ആകെ ശാപം ഏറ്റുവാങ്ങേണ്ടി വന്ന് തല കുമ്പിട്ട് നിൽക്കുന്ന റോബർട്ടോ ബാജിയോയുടെ ചിത്രം ഫുട്ബോൾ ആരാധകരുടെ സ്മൃതിപഥത്തിൽ ഇന്നും തീരാ നോവാണ്. നിന്ന നിൽപ്പിൽ മരിച്ചയാൾ എന്നായിരുന്നു ലോകം മറക്കാത്ത ചിത്രത്തിന്റെ വിശേഷണം. സ്വയം ജീവനെടുക്കാൻ തോന്നിയ നേരമെന്നാണ് ആ ശപിക്കപ്പെട്ട നിമിഷത്തെക്കുറിച്ച് ബാജിയോ പറഞ്ഞത്. 2 പതിറ്റാണ്ട് മുൻപ് മറ്റൊരു ലോകകപ്പിൽ ഇതുപോലെ കാലുപിഴച്ച് സ്വയം ശപിച്ച് കളം വിട്ടയാളാണ് ഫ്രഞ്ചുകാരൻ ഡേവിഡ് ട്രെസഗെ. ആ ഒരൊറ്റ പിഴയുടെ പേരിൽ എന്നേക്കുമായി ഫ്രഞ്ച് ടീമിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നു ആ പഴയ ഗോൾ യന്ത്രത്തിൽ. കോപ്പയുടെ കലാശപ്പോരിൽ ഇടങ്കാൽ ബുള്ളറ്റ് പോസ്റ്റിന് മുകളിലൂടെ പറന്ന് ലയണൽ മെസ്സി കളിക്കളം തന്നെ വിടാനൊരുങ്ങിയത് 10 കൊല്ലം മുൻപാണ്. ഫുട്ബോൾ ചിലപ്പോൾ ക്രൂരമാണ്, അത് ഏൽപ്പിക്കുന്ന മുറിവുകൾ മാറാ നോവാണ്. ഈ വേദന തൊട്ടറിയാത്തവരില്ല ഫുട്ബോൾ ലോകത്ത്. അവർക്കേ അറിയൂ ആ മുറിവിൻ്റെ ആഴം. നിമിഷങ്ങൾക്കപ്പുറം കപ്പുയർത്തേണ്ട PSG നായകൻ മാർക്കിന്യൂസ് ആവേശക്കടലുള്ളിലൊതുക്കി സെക്കൻഡുകൾക്ക് മുൻപ് എതിരാളിയായിരുന്ന ഗബ്രിയേലിനെ ചെന്ന് പുണർന്നതിൻ്റെ പൊരുൾ മറ്റൊന്നല്ല. 2 പതിറ്റാണ്ട് മുൻപ് ബെർലിനിൽ കിക്ക് പാഴാക്കി ഉള്ളു തകർന്നിരിക്കുന്ന ഡേവിഡ് ട്രെസഗയെ ഹോട്ടൽ മുറിയിൽ ചെന്ന് കണ്ട് സമാശ്വസിപ്പിച്ച് ഡീഗോ മാരഡോണ പറഞ്ഞ വാക്കുകൾ ഇന്നും പ്രസക്തമാണ്. വിളിച്ചിരിക്കേണ്ടവരല്ല, പെനാൽറ്റി മിസ് വ്യക്തിത്വമുള്ളവർക്ക് പറഞ്ഞതാണ്. ബുഡാപെസ്റ്റിൽ കിക്ക് പാഴാക്കിയ ഗബ്രിയേലും കപ്പെടുത്ത മാർക്കിന്യോസും ഇനി വെറും ദിവസങ്ങൾക്കപ്പുറം ഒരേ മഞ്ഞക്കുപ്പായത്തിൽ ഇറങ്ങേണ്ടവരാണ്. ലോകകപ്പിൽ പിഴകൾ തീർക്കാനുള്ളതാണ്, കാലം തിരിച്ചു വരാനുള്ളതാണ്. വേദനയെന്ന് ആദ്യം പറഞ്ഞ ആഴ്സണൽ കോച്ച് അർട്ടേറ്റ പിന്നീട് മാറ്റിപ്പറഞ്ഞു അഭിമാനം. വിനലിൽ നിന്ന് മാലാഖയിലേക്കുള്ള ദൂരം അത്ര വലുതല്ല. അതാണ് ഫുട്ബോളിൻ്റെ സൗന്ദര്യം. കാത്തിരിക്കുകയാണ് ഫുട്ബോൾ ലോകം.